ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അചിന്തനീയമായ കാര്യമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളി പറയുക എന്നുള്ളത്, പാപം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്വർണ്ണനാവുകാരനായ ഇയാവാനിയോസ് വെസ്റ്റേൺ ചർച്ച് അദ്ദേഹത്തെ ക്രിസോസ്റ്റം എന്ന് വിളിക്കും. അദ്ദേഹം ഒരു ഞായറാഴ്ച പള്ളി പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈ അന്ന് ബൈസന്റൈൻ രാജ്ഞിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അവിടെ വെച്ചു. തുണി അവിടെ എവിടെയൊക്കെ വിഷ്ടിച്ചുള്ളൂ, ശരീരത്തിന്റെ അവയവങ്ങളും മുഴുപ്പും ഒക്കെ കാണിക്കുന്നവരുണ്ട്. ഈവാനിയോസ് തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്ഞിയുടെ പ്രതിമ എടുത്തിട്ടുണ്ട്, നിങ്ങൾ പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ അതൊന്നും നോക്കല്ലേ, മഹാമോശമാണ്, നിങ്ങളൊന്നും ആ വസ്ത്രധാരണ രീതി ഒന്നും, കാരണം ഒരു ക്രിസ്ത്യാനിക്ക് എടുത്ത വസ്ത്രധാരണ രീതിയല്ല. ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചപ്പോ ഒന്ന് പറഞ്ഞ രാജ്ഞി അറിഞ്ഞു. രാജ്ഞി രാജാവിനോട് പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ അന്തപുരത്തിലോട്ടൊന്നും നിന്നെ കയറ്റത്തില്ല. രാജാവ് ചോദിച്ചു, അതിനെ പറ്റി? അവിടെ ഒരു കിളവൻ എനിക്കെതിരെ പ്രസംഗിച്ചു, അവനെ ശിക്ഷിക്കണം. പിന്നെ ആട്ടം മന്ത്രിസഭ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഒരു കിളവൻ ബിഷപ്പ് അവിടെ ഇരുന്ന് എന്റെ ഭാര്യക്കെതിരെ, ഭാര്യ ചില സ്റ്റൈലൊക്കെയാണ്. അപ്പൊ ഇവാനിയോസ് പാവം പുള്ളി പറഞ്ഞു, ഇത് നമുക്ക് യോഗ്യമായ വസ്ത്രം ധരിക്കണം. അപ്പൊ രാജസദസ് കൂടി മന്ത്രിയോട് ചോദിച്ചു, എന്റെ ഭാര്യയുടെ വേഷം എങ്ങനെ? മന്ത്രി യോഗ്യരന, അടിപൊളിയാ, പിന്നെ ഗംഭീരമാണ്. അപ്പൊ അടുത്ത മന്ത്രി ചോദിച്ചു, യോ അതാണ് വസ്ത്രം, അങ്ങനെ വേണം ധരിക്കാൻ, കുറച്ചുകൂടെ ഒന്ന് താക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രാജാവിന് ഇഷ്ടമായി. അപ്പൊ ഇങ്ങനെ സംഗതി മൂത്ത് വന്നു കഴിഞ്ഞപ്പോ ഇയാളെ ശിക്ഷിക്കണം. 84 വയസ്സായി. ആർക്ക്? ക്രിസോസ്റ്റമോ. അപ്പൊ രാജാവ് ആലോചന കൂടുന്നത് ക്രിസോസ്റ്റം അറിഞ്ഞ, അല്ലെങ്കിൽ ഇവാനിയോസ് അറിഞ്ഞു. ഇവാനിയോസ് കുഴപ്പമില്ല, ഇപ്പൊ എനിക്കിപ്പം എന്താ പ്രശ്നം, കൊന്നേക്കാന്ന് പറഞ്ഞു. കിളവനാ, കൊല്ലണോ എന്നൊരു മന്ത്രി വെച്ചു. തട്ടിയേക്കാൻ പറഞ്ഞു, കാരണം നമ്മുടെ രാജ്ഞിക്കെതിരെ പറഞ്ഞല്ലേ, അപ്പൊ അവക്കും സന്തോഷമാവും. അപ്പൊ ഒരു മന്ത്രി പറഞ്ഞു, അയ്യോ കൊല്ലരുത്. അപ്പൊ ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ഇയാളുടെ ഒരു പ്രസംഗം കേട്ടു, നമ്മുടെ ആ ചന്തയുടെ മുക്കുങ്കെ ഇയാളുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ അവിടെ നിന്ന് പ്രസംഗം ഞാൻ കേട്ടു, മരിക്കുന്നത് എനിക്ക് ലാഭം എന്നുള്ളതായിരുന്നു വിഷയം എന്ന് പറഞ്ഞു. ഓ, മരിക്കുന്ന ലാഭോ? ഫോർ മീ ഡെത്ത് ഈസ് എ ഗെയിൻ. ഇവാനിയോസിന്റെ പ്രസംഗം. അപ്പൊ രാജാവ് വേണ്ട, അങ്ങനെയാണ് കൊല്ലണ്ടെന്ന് പറഞ്ഞു, കാരണം കൊന്നയൊക്കെ ഗെയിൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ ഇയാളെ എങ്ങനെ ശിക്ഷിക്കണം? അപ്പൊ പറഞ്ഞു, നമുക്കൊരു കാര്യം, ഇയാളെ നമുക്ക് നാട് കടത്താം, വേറൊരു സ്ഥലത്തോട്ട് വിട്ടാണല്ലോ. വേറൊരു മന്ത്രി പറഞ്ഞു, വേണ്ട, ലോകത്തിന്റെ അതിർത്തികളോളം എന്റെ നാഥന് സാക്ഷിയാകണം എന്നുള്ള എന്റെ ആഗ്രഹം എന്ന് അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ അങ്ങനെ അയാളെ നാട് കടത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അയാൾ പറയും, നന്നായി സ്തോത്രം എന്ന് പറയും, നാട് കടത്തണ്ട. ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് പിയക്കൊരു നല്ല അടി കൊടുക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞു, പാപം ചെയ്യുന്നത് മരണത്തെക്കാളും ഭയങ്കരമാണെന്ന് ഇയാൾ പ്രസംഗം ഞാൻ കേട്ടെന്ന് വേറൊരു മന്ത്രി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവാനിയോസിനെ കൊണ്ട് പാപം ചെയ്യാമെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. അങ്ങനെ ഇവാനിയോസിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, യേശു ക്രിസ്തുവിനെ തള്ളി പറയാൻ പറഞ്ഞു. ഇവാനിയോസ് പറഞ്ഞു, ഞാൻ തള്ളി പറയത്തില്ല, കാരണം ഞാൻ 84 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ തള്ളി പറയുന്നില്ല. ഇവർ എത്ര നിർബന്ധിച്ചിട്ടും ഈ വന്യപിതാവ് യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ല. അപ്പൊ ഇവനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് വേശ്യാസ്ത്രീകളെ വരുത്തി അവരുടെ കൂടെ ബലമായിട്ട് ശയിപ്പിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തു. അങ്ങനെ വേശ്യാസ്ത്രീകൾ ഇദ്ദേഹത്തെ, ഈവാനിയോസിനെ പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ മലിനപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിനിടയിൽ ആ വന്യപിതാവ് കൊല്ലപ്പെടുകയായിരുന്നു. അങ്ങനെ പാപം ചെയ്യുന്നത് മരണത്തെക്കാളും ഭയാനകം. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. അപ്പൊ അദ്ദേഹം ആണ് പറഞ്ഞത്, എന്നെ നാടു കടത്തട്ടെ. നമ്മൾ പാട്ട് പാടാറില്ലേ? ഇവാനിയോസ് പറഞ്ഞു, എന്നെ നാട് കടത്തിയാൽ എനിക്ക് പ്രശ്നമില്ല, തീച്ചുളയിൽ എറിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, കല്ലേറ് കൊണ്ടാൽ എനിക്ക് പ്രശ്നമില്ല, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അചിന്തനീയമായ കാര്യമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളി പറയാം.